വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ആന്റണി നൽകുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനാണ് കൊണ്ടുവന്നത് എന്നുള്ള വിശദീകരണമാണ്. പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയത്. ശബരിമല സംഘമെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രയാർ ഗോപാലകൃഷ്ണൻ പരിചയപ്പെടുത്തി. പ്രയാർ ഗോപാലകൃഷ്ണൻ UDF കാലത്ത് നിയമിതനായ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജനപഥിൽ കയറ്റിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കൊപ്പം ആന്റണിയുമായി സംസാരിച്ച പ്രവീൺ പുരുഷോത്തമനുണ്ട്, ഒപ്പം TV പ്രസാദും ചേരുന്നുണ്ട്. ആദ്യം പ്രവീൺ പുരുഷോത്തമനിലേക്ക്. പ്രവീൺ പുരുഷോത്തമൻ, ആന്റണി നൽകുന്ന മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ആന്റണി ഈ പോറ്റി അവിടെ വരുന്ന സമയത്ത് ജനപഥിലുണ്ടായിരുന്നു, പോറ്റി വിളിച്ചു കൊണ്ടുവന്നതല്ല എന്നതാണ് ആന്റണി പറയുന്നത്. അടൂർ പ്രകാശ് പറയുന്നത് അങ്ങനെയല്ല. അടൂർ പ്രകാശിനെ നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച് താൻ വരുന്നുണ്ട്, അവിടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന് പറയുന്നു. പക്ഷേ ആന്റണി പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആന്റണിയെ വിളിച്ച് നേരത്തെ അവിടെ വരാൻ പറഞ്ഞതല്ല. ആന്റണി ജനപഥിലുള്ളപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത്, പക്ഷെ കൊണ്ടുവന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആരാണ് ജനപഥിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് എന്ന ചോദ്യത്തിന് ആന്റണി ഒരു ഉത്തരമാണോ നൽകുന്നത്? പ്രയാർ ഗോപാലകൃഷ്ണനാണ്. മാത്രമല്ല അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല, ചരട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണോ ആന്റണി പറയാൻ ശ്രമിക്കുന്നത്? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ് അരുൺ. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം, പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ശബരിമലയിൽ നിന്നുള്ള ഒരു സംഘം എന്ന നിലയിലാണ് സോണിയാഗാന്ധി അവിടെ സന്ദർശനം അനുവദിച്ചത് എന്നാണ് ഇപ്പോൾ ആന്റണി MP റിപ്പോർട്ടർ TVയോട് പറഞ്ഞിരിക്കുന്നത്. ആന്റണി MP മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. താൻ അവിടെ സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നതിനായി ചെന്നിരുന്നു. അതായത് പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആന്റണി MP അവിടെ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച ആന്റണി MP നടത്തിയിരുന്നു. അതിനുശേഷം ആ വസതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങവെയാണ് ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ വസതിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണനുമായി സംസാരിച്ചു. ശബരിമലയിൽ നിന്നുള്ള സംഘമാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് താൻ കയറിപ്പോയി എന്നാണ് ഇപ്പോൾ ആന്റണി MP പറയുന്നത്. അതിനുശേഷം സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരടാണ് കെട്ടിയത്, മറ്റ് സമ്മാനങ്ങളൊന്നും അവിടെ നൽകിയില്ല എന്നൊരു കാര്യം കൂടി ആന്റണി MP പറയുന്നുണ്ട്. ശബരിമലയിൽ നിന്നുള്ള ഒരു സംഘം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തെ ഒരു MP കൂടിയാണ് ആന്റണി MP. അതുകൊണ്ട് താൻ ആ സംഘത്തോടൊപ്പം അവിടെ നിന്നു എന്നത് മാത്രമാണ് ആന്റണി MP പറയുന്നത്. അടൂർ പ്രകാശ് പിന്നീടാണ് ഈ പറയുന്ന വസതിയിലേക്ക് എത്തിയത് എന്നും ആന്റണി MP പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, അതായത് 10 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു കേസ് വരുമ്പോൾ അന്നത്തെ ആ ഒരു ഫോട്ടോ വെച്ച് താൻ എങ്ങനെ ആരോപിതനാകും എന്ന ഒരു കാര്യം കൂടി, ഒരു ചോദ്യം കൂടി ആന്റണി MP ചോദിച്ചിട്ടുണ്ട്. അരുൺ.